പൂച്ചക്ക് പൂച്ചയാണ് ഇണ, നായക്ക് നായയാണ് ഇണ. പിന്നെന്തിനാ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു മനുഷ്യന് മനുഷ്യൻ തന്നെയാണ് ഇണ എന്ന് പറയാനുള്ള കാരണം? അതിനുള്ള മറുപടി, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ പദവി എന്താണെന്നറിയോ? മനുഷ്യൻ എന്ന പരിഗണനയാണ്. അതുകൊണ്ടാ വിശുദ്ധ ഖുർആൻ ഒരിക്കൽ പോലും ഭാര്യ എന്ന് പ്രയോഗിച്ചിട്ടില്ല. എന്തുകൊണ്ടാ? ഭാര്യ എന്നാൽ ഭരിക്കപ്പെടേണ്ടവൾ, ഭർത്താവ് ഭരിക്കേണ്ടവൻ അല്ല. നിന്നെ വാപ്പാന്ന് വിളിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാണന്റെ വേദന സഹിച്ച പെണ്ണ് നിന്റെ ജീവിതത്തിന് അടയാളമുണ്ടാക്കാനും അഡ്രസ് ഉണ്ടാക്കാനും ഒരു പ്രതീക്ഷയിൽ കൂടെ പോന്ന പെണ്ണാണ്. 10-22 കൊല്ലം വാപ്പാന്റെ രാജകുമാരിയായി വളർന്ന് അവസാനം നിക്കാഹിന്റെ വേദിയിൽ വാപ്പാന്റെ കൈപിടിച്ച് കബിൽത്തു എന്ന് ആത്മാഭിമാനത്തോടു കൂടി പറയുമ്പോ ഓരോ വാപ്പമാരും ആണിന്റെ കൈ പിടിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ മകൾ എന്റെ രാജകുമാരിയാ മോനെ, അവളെ കൊണ്ടുപോയി വേലക്കാരി മാത്രമാക്കരുതേ എന്ന ഒരു വാപ്പയുടെ ഉമ്മയുടെ പ്രാർത്ഥനയുടെ സങ്കടത്തിൽ നിന്ന ഒരു പെണ്ണിനെ നമ്മളെ കയ്യിലേക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ പോലെ അവൾക്ക് ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, അവളും ജീവിതത്തെ പറ്റി വലിയ സങ്കല്പങ്ങളുണ്ട്. ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന പെണ്ണ് എന്റെ അകത്ത് ചാരത്ത് കിടന്നുറങ്ങുമ്പം നെഞ്ചുപൊട്ടി കണ്ണു നിറഞ്ഞ കിടങ്ങുന്നതെങ്കിൽ ഞാൻ എത്ര ഭംഗിയിൽ ജീവിച്ചാലും എനിക്കെത്ര സൗന്ദര്യമുണ്ടെങ്കിലും ഈ ലോകത്താരും മോഹിക്കുന്ന ഒരാണായി ഞാൻ മാറിയിട്ടുണ്ടെങ്കിലും അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ വീട്ടിലുള്ള പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാ. 1000 സ്വപ്നങ്ങളുമായി ജീവിതത്തിലേക്ക് കൈപിടിച്ച് നിങ്ങൾക്ക് പരിപാവനമായ ജീവിതത്തിന്റെ സ്ഥാനം നൽകി കുടുംബത്തിന്റെ ഭദ്രതക്കും കുടുംബത്തിന്റെ സമാധാനത്തിനു വേണ്ടി കൈപിടിച്ചു കൊണ്ടുവന്നൊരു ഭർത്താവിനോട് മാന്യമായി പെരുമാറി അദ്ദേഹത്തിന്റെ മനസ്സറിഞ്ഞ് 5 രൂപക്ക് വകുപ്പുള്ളവനാണെങ്കിൽ ആ 5 രൂപക്കനുസരിച്ച് ജീവിക്കാനും 50 കോടിക്ക് വകുപ്പുള്ളവനാണെങ്കിൽ 50 കോടി അള്ളാനെ മറക്കാതെ ജീവിക്കണമെന്നും ഭർത്താവിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു പെണ്ണാണെങ്കിൽ സ്വന്തം ഭർത്താവിന് ദുനിയാവിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് ആ കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന പെണ്ണാ. അതുകൊണ്ടാ റബ്ബ് പഠിപ്പിച്ചതും വമിൻ ആയാതിഹി, നിങ്ങൾക്കുള്ള ദൃഷ്ടാന്തമാണ് ഈ ലോകത്തുള്ള ഭാര്യ ഭർത്താക്കന്മാർ. വേദനയിലും സങ്കടത്തിലും സന്തോഷത്തിലും ചേർന്ന് നിൽക്കുന്ന ബന്ധം. അതുകൊണ്ടാണല്ലോ ഹുദൈബിയ സന്ധിയിൽ സ്വഹാബാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അനുസരിക്കാതെ ആ സന്ധി അംഗീകരിക്കാതെ നിൽക്കുമ്പോ കണ്ണു നിറഞ്ഞു കൂടാരത്തിൽ കയറി വിങ്ങിപ്പൊട്ടുന്ന തിരുദൂതനോട് അന്ന് കൂടെയുള്ള ഭാര്യ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ ഓർമ്മപ്പെടുത്തി, റസൂലേ, എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി, അത് കണ്ട് സഹാബാക്കൾ ചെയ്തോളും. തന്റെ ഭാര്യയുടെ വാക്ക് കേട്ട് പുറത്തേക്കിറങ്ങി ബലിയറുക്കാനുള്ള മുന്നൊരുക്കം നടത്തുമ്പോ അതുവരെ തിരുദൂതന്റെ വാക്കുകളോട് ധിക്കാരം പോലെ റസൂലുള്ളാന്റെ വാക്കുകൾ അംഗീകരിക്കാത്ത മുഴുവൻ ആളുകളും വന്ന് ആ കാര്യം ഏറ്റെടുത്ത് ചെയ്യുന്നത് കണ്ടപ്പോ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയെ ചേർത്ത് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലുള്ള പറയുന്നുണ്ട്, ഉമ്മു ഹബീബ, നിന്റെ വാക്കെനിക്ക് എന്റെ ജീവിതത്തിന്റെ പ്രാണനെ പോലെ എന്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം തോന്നി. ഈ പരിഗണനയും ചേർത്ത് നിർത്തലുമാ ഇന്ന് പല കുടുംബത്തിലും ഇല്ലാത്ത. ഞാൻ പറയാറുണ്ട്, ഈ ഇരിക്കുന്ന എത്ര ഭർത്താക്കന്മാര് ഭാര്യമാരെ കൈയൊന്ന് പിടിച്ച് ചോദിച്ചിട്ടുണ്ട്, എന്റെ കൂടെ പോന്ന് എനിക്ക് സമാധാനാണോ? ഞാൻ കല്യാണം കഴിച്ച് എന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ, അള്ളാഹുവിന്റെ മഹ്ശറ ലോകത്ത് നാളെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് ഇണയായി തുണയായി ഈ ഭൂലോകത്ത് ജീവിച്ച എന്റെ പെണ്ണ് തന്നെ വേണം, എന്റെ ആള് തന്നെ വേണം എന്ന് ജീവിതം കൊണ്ട് പ്രകടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോന്ന്